ഇന്ന് നമ്മുടെ പാനൂര് ബോംബ് നിർമ്മാണത്തിനെതിരെ ഒരു CPM പ്രവർത്തകൻ മരണപ്പെട്ടു. 3 പേർക്ക് ഗുരുതര പരിക്കുമുണ്ട്. CPM പാർട്ടി അനുഭാവികളാണ് ഇവരെല്ലാവരും. ശൈലജ ടീച്ചറിന്റെ ഇപ്പോഴുള്ള ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് പങ്കെടുക്കാൻ വേണ്ടി നിരവധി സ്റ്റേജുകളിൽ കണ്ടവരും ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ശ്രദ്ധേയമായിട്ടുള്ള വസ്തുതകൾ. അപ്പം CPMന് ആരെ വേണമെങ്കിലും കൊല്ലാം, ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, ബോംബ് നിർമ്മിക്കാം, ബോംബ് നിർമ്മിച്ച ആർക്കെതിരെങ്കിലും കുറ്റം ചുമത്താം. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ വണ്ടിയുടെ ബാക്കിൽ SDP-യുടെ വണ്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ നാമങ്ങൾ, ഖുർആന്റെ നാമങ്ങൾ എഴുതി വെക്കാം. CPMന് എന്തും ചെയ്യാം. പക്ഷെ CPM തീവ്രവാദമല്ല ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. തീവ്രവാദം എന്ന് പറയുന്നത് മുസ്ലിം നാമങ്ങൾ വന്നാൽ മാത്രമാണ് തീവ്രവാദം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് CPM നല്ല കുട്ടികളാണ്, അവർ ചെയ്യുന്നതെല്ലാം കയ്യബദ്ധങ്ങളുമാണ് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. CPMന്റെ ബോംബ് സ്ഫോടനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ആർക്കെതിരെയായിരുന്നു?